നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫംഗ്ഷനിൽ വെച്ച് CKC ഗൗതമിന്റെ ദൗർബല്യം നോക്കി തന്നെയാണ് കുത്തിയത്. അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് എന്റെ അമ്മ ആരാണെന്നും അച്ഛൻ ആരാണെന്നും അറിയാമോ എന്ന് ചോദിച്ചപ്പോ ആ പാവം സത്യത്തിൽ തകർന്നു പോയി. ഇപ്പോഴത്തെ ഗൗതമിന്റെ അവസ്ഥ ദയനീയമാണ്. ഒന്നിലും ഒരു താല്പര്യവുമില്ല. ഓഫീസിൽ പോകണമെന്നില്ല. ഇത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പേടിയാണ് എനിക്കിപ്പോ. എല്ലാ നിയന്ത്രണവും വിടുന്നൊരു നിമിഷം ഗൗതമിനെ എനിക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേക്കും ചിലപ്പോ. സർവ്വതും ഉപേക്ഷിച്ച് ഈശ്വരമംഗലത്തിന്റെ പടിയിറങ്ങും ഗൗതം. എന്തൊക്കെ പറഞ്ഞാലും ഗൗതമിനെ നൊന്തു പ്രസവിച്ച ഒരു അമ്മയുണ്ടാവുമല്ലോ. ഒന്ന് അന്വേഷിച്ച ആ അമ്മയെ കണ്ടുപിടിക്കാനാവില്ലേ നിധി? അച്ഛനാരാണെന്ന് ആ അമ്മയ്ക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ആ അമ്മയെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുന്നില്ല? അതൊക്കെ 10-30 വർഷം മുൻപുള്ള കാര്യമല്ലേ അമ്മ. ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? അമ്മേ, അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ഇന്നലത്തെ മീൻകറി എടുത്ത് ചൂടാക്കാൻ വെച്ചതാ. ഞാൻ പോയി നോക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അവനെ അനാഥനാണെന്നുള്ള പേരുണ്ടാക്കി കൊടുത്തവള് ഞാനാ. ഇന്ന് പെറ്റമ്മ ആരാണെന്ന് പുറത്ത് പറയാനാവാതെ അവനെ തടയുന്നത് ഞാനാ, അല്ലേ മോളെ? ചന്ദ്രിക പറഞ്ഞതുപോലെ അവന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. എന്റെ മോനോട് ആ സത്യം കൂടി പറഞ്ഞു കൊടുത്ത അവന്റെ കൈകൊണ്ട് തന്നെ അയാൾ തീരും. ഇല്ല, അച്ഛനെ കൊന്നവനെന്ന പഴി എന്റെ മോനുണ്ടാവാൻ പാടില്ല. ആ അച്ഛൻ കാരണം അവനൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യരുത്. അതിനൊരു വഴി ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഒട്ടും വൈകാതെ തന്നെ എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും. എന്റെ മോൻ സമാധാനമായിട്ട് ജീവിക്കണം. ജീവിച്ചേ പറ്റൂ. പ്രണവ്, ആന്റി വരുന്നുണ്ട്. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ലാണ്ടി, ഞങ്ങളിങ്ങോട്ട് വന്നതേ ഉള്ളൂ. നീ എന്താടാ പ്രണവേ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്നേ? ഞങ്ങളെ ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കിയ സമയത്ത് ഇവള് കള്ളിയല്ല എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തെരുവിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. എടാ, സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാതെ എന്നെ വെറുതെ കുറ്റപ്പെടുത്തില്ല പ്രണവേ. അത്രയ്ക്ക് ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷനും ഇല്ലായിരുന്നു. നിങ്ങൾ സേഫ് സൈഡ് കളിച്ചു. കൂടെ നിന്ന് കഴുത്തറക്കുന്നതിന് തുല്യം അത്. വെറുതെ വിഡിത്തം പുലമ്പല്ലേ നീ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്ത് ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളോടൊപ്പം CKCയുടെ വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നേനെ. ഞാനിപ്പൊ ഈശ്വരമംഗലത്തുള്ളത് കൊണ്ട് നിങ്ങൾക്കെതിരെ അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും അപ്പ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയോ? എന്താണ്ടി അവിടെ ഇപ്പൊ എന്താ വിശേഷം? വലിയ വിശേഷങ്ങളാ. ഇവനൊരു മകനെ അല്ല എന്ന് ഇവന്റെ അമ്മ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇവൻ തിരിച്ചു വന്നാൽ പോലും
ഈശ്വരമംഗലത്തേക്ക് കയറ്റണ്ട എന്നാ ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത്. പാറുവിന് അങ്ങനെ പറഞ്ഞു. ഏട്ടത്തി പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏട്ടത്തിയെ കൊണ്ട് പറയിച്ചു എന്ന് പറയുന്നതായിരിക്കും. ഇത്രയും ക്രൂക്കഡായ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചതുരംഗ കളത്തിലെ കരുക്കൾ നീക്കുന്നത് പോലെയാ നിധി ഓരോ നീക്കവും നടത്തുന്നത്. അവളായിട്ടൊന്നും ചെയ്യില്ല, ഒന്നും പറയുകയില്ല. മറ്റുള്ളവരെ അവൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരും. ഏട്ടത്തിയെ കൊണ്ട് പതുക്കെ പതുക്കെ അങ്ങനെ ഒരു തീരുമാനം പറയിപ്പിച്ചെടുത്തത് നീതി തന്നെയാ. എന്നാലല്ലേ സർവ്വ അധികാരവും അവൾക്ക് അവളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. ഞാൻ മകനല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ അതോടെ ഞാൻ തകർന്നു പോകുന്നാണോ നിധി കരുതിയിരിക്കുന്നത്? ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതോടെ ഈ പ്രണവ് തെരുവിലിറങ്ങി ഭിക്ഷ എടുക്കുമെന്ന് അവര് കരുതിയോ? അതോ ഇവളെയും കൂട്ടി ഞാൻ പോയി ഏതെങ്കിലും കടലിൽ ചാടി ആത്മഹത്യ എന്ന് കരുതിയോ? അങ്ങനൊന്നും തോറ്റുകൊടുക്കുന്നവരല്ലേ ഈ പ്രണവ്. അവരുടെ ഒന്നും ഒരു കുന്തോ എനിക്ക് വേണ്ട. ഫൈറ്റ് ചെയ്യും, പുറത്തൊന്ന് ഫൈറ്റ് ചെയ്ത് ജീവിച്ച് കാണിക്കും. മണ്ണാങ്കട്ട, വാ തുറന്ന വിഡിത്തം അല്ലാതെ എന്തെങ്കിലും നീ ഇപ്പൊ പറയാറുണ്ടോടാ? ഈ ചോരത്തിളപ്പൊക്കെ നല്ലതാ, പക്ഷേ അത് സർവ്വതും വിട്ടുകൊടുത്തോണ്ടാവരുത്. അങ്ങനെയെങ്ങാനും നീ ചെയ്ത ഈശ്വരമംഗലത്തിന്റെ സർവ്വ അധികാരവും ചെന്ന് അവസാനിക്കുന്നത് ഗൗതത്തിന്റെ കയ്യിൽ പോലും ആവില്ല, നിധിയുടെ ഉള്ളം കയ്യിലേക്കായിരിക്കും. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഫൈറ്റ് ചെയ്യുമെന്ന്. അത് പുറത്തു നിന്നാകരുത് പ്രണവേ, അകത്ത് നിന്നായിരിക്കണം. അകത്ത് നിന്നുകൊണ്ട് യുദ്ധം നടത്തണം, തുറന്ന യുദ്ധം. പറ്റുമോ നിനക്ക്? തെളിയിക്കണോടാ, ബന്ധങ്ങൾ മാത്രമേ നീ ഉപേക്ഷിച്ചിട്ടുള്ളൂ എന്നും അവകാശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല എന്നും ഉത്തരവാദിത്തങ്ങൾ മറന്നിട്ടില്ല എന്നും നീ പ്രൂവ് ചെയ്ത് കൊടുക്കണം. പറ്റുമോ നിനക്ക്? മറുപടി പറയടാ, പറ്റുമോ നിനക്ക്? ഇനി ഒട്ടും വൈകരുത്. ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ നിനക്ക്? ഹലോ മാഡം. പ്രണവും ശിവാനിയും ഏത് അമ്പലത്തിലേക്കാണ് പോയിരിക്കുന്നതെന്ന് താൻ കണ്ടോ? അവരമ്പലത്തിലേക്കല്ല മാഡം, ഇവിടെ ശാസ്താംപാറയില്ലേ, അവിടെ ഒരു ലേഡിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ച പോലെയാ കാര്യങ്ങള്. എന്നോട് അവര് പറഞ്ഞത് കള്ളാ. ശരി, ആ ലേഡി ആരാന്ന് തനിക്കറിയോ? അവരെ എനിക്കറിയില്ല മാഡം. എങ്കിലൊരു കാര്യം ചെയ്യും, അവരുടെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാ. ശരി മാഡം. ആന്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി വൈകിപ്പിക്കത്തില്ല. നാളെ മുതൽ ഞാൻ ഓഫീസിലോട്ട് പോവാം. ഇനി എൻ്റെ ലക്ഷ്യം പിടിച്ചടക്കണം.